ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ദിവസം തന്നെ കാണിച്ചുകൊണ്ട് തുടങ്ങാമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം 8:30. നമുക്കൊന്ന് ഫ്രഷായി വന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ മേലൊക്കെ കഴുകി ഞാൻ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ കിടന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി മടക്കി റെഡിയാക്കി വെക്കാമെന്ന് കരുതി. രാവിലെ 6 മണിക്ക് തന്നെ ചേട്ടന് പോകാനുള്ളതുകൊണ്ട് ഞാൻ 5 മണിക്ക് എണീറ്റ് ഫുഡൊക്കെ റെഡിയാക്കിയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചത് കൊണ്ടിട്ട് നമുക്ക് ഇന്ന് രാവിലെ അധികം പണിയൊന്നുമില്ല. എല്ലാം ഒന്ന് സമയമാകുമ്പോൾ ചൂടാക്കി എടുത്ത് കഴിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ദിവസമായി തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് വാഷിംഗ് മെഷീനിൽ പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടു, വെള്ളമൊക്കെ നിറയ്ക്കാൻ അവിടെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോകുന്നു. ഇന്ന് പിന്നെ എന്നും ഞാൻ വീട് വൃത്തിയാക്കാനായിട്ട് ഇവിടെ മറ്റു പൊടികളും കാര്യങ്ങളൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ. ഞാനും ശ്രീയേട്ടനും മാത്രമല്ലേ വീട്ടിലുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരാറില്ല. വീക്ക്ലി വൺസ് മാത്രമേ ഞാനങ്ങനെ തുടച്ച് ഹാളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്നും അടിച്ചു വാരാൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ. രാവിലെ തന്നെ പാല് ബൂസ്റ്റ് കലക്കി കുടിക്കാൻ തന്നെ വിചാരിച്ചിട്ട് ഇതിപ്പോൾ ശീലമായേക്കാണ്. ഞാൻ കാര്യം കുറച്ച് മെലിഞ്ഞിട്ട് വണ്ണം കുറഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ടിട്ട് എന്തെങ്കിലും ചെയ്ത് നന്നാവാനായിട്ട് ഇപ്പോൾ കുറേ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പാല് കുടിക്കുക എന്നുള്ളതാണ് മെയിൻ. പാലെനിക്ക് പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. വീട്ടിലും എപ്പോഴും അമ്മയൊക്കെ നിർബന്ധിക്കുമായിരുന്നു പാല് കുടിക്കാനായിട്ട്. അത് പിന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഇവിടെ വന്നതിന് ശേഷം ഇതിപ്പോൾ മോർണിംഗ് ഒരു ശീലമായേക്കുക. രാവിലെ അത്ര നേരത്തെ എണീറ്റിട്ട് പിന്നെയും കയറി കിടന്ന് ഉറങ്ങിയിട്ട് 9 മണിയൊക്കെ ആവാനാകുമ്പോഴല്ലേ നമ്മൾ എണീക്കണത് തന്നെ. അതുകൊണ്ട് രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിക്കാനുണ്ട്. പാല് വെറുതെ കുടിക്കണത് എനിക്കങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബൂസ്റ്റ് കലക്കി. ഇടയ്ക്ക് ചൂടാറുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കുന്നൊക്കെ ഉണ്ട്. ചോറും കാര്യങ്ങളും ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഉണ്ടാക്കിയായിരുന്നു. ചില ദിവസങ്ങളിൽ ശ്രീയേട്ടന് ചോറ് കൊണ്ടുപോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അത്ര നേരത്തെ പോകുന്നത് കൊണ്ടിട്ട് എന്നും ദോശ കാര്യങ്ങളൊന്നും കഴിക്കണത് അത്ര ഇഷ്ടമുള്ളതൊന്നുമല്ല. ചില ദിവസങ്ങളിൽ രാവിലെ ചോറ് തന്നെ മതി, അല്ലെങ്കിൽ എനിക്ക് രാവിലെ കഞ്ഞി മതി എന്നൊക്കെ പറയും. അപ്പോൾ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ചില ആളുകൾ. എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം രാവിലെ ഉണ്ടാക്കി വെച്ചായിരുന്നു. കറി മാത്രമാണ് കേട്ടോ എനിക്ക് രാവിലെ എണീറ്റ് ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. ചോറ് ഞാൻ തലേദിവസം രാത്രി തന്നെ വെച്ച് ഊറ്റിയെല്ലാം ഇട്ട് വെക്കും. അതുകൊണ്ടിട്ട് തന്നെ രാവിലെയും ഉച്ചയ്ക്കും എനിക്ക് കഴിക്കാനുള്ളത് ആവശ്യാനുസരണം മാത്രം ഞാൻ ചൂടാക്കി എടുക്കാറേ ഉള്ളൂ. അതല്ലാണ്ട് അപ്പോൾ ഞാൻ ചോറ് ഉണ്ടാക്കാറില്ല. 2 പേര് മാത്രമായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയണത് നമുക്ക് നഷ്ടമായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ കറി വെച്ചു. മീൻ വറക്കാനുള്ളത് മുളകൊക്കെ ഇട്ട് ഞാൻ രാവിലെ തന്നെ വെച്ചു. പിന്നെ റൂമിൽ വന്ന് കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ അലക്കി വിരിച്ചിട്ടത് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചെയ്തു. റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി. ഇത് ഞാൻ എന്നും ചെയ്യുന്നതാണ് കേട്ടോ. വീട് റൂമും ഹോളും കിച്ചണും ഞാൻ എന്നും അടിച്ചു വാരും. കാര്യം വിളക്കൊക്കെ വെക്കുന്നതല്ലേ. രാവിലെ എനിക്ക് ശ്രീയേട്ടൻ തന്നെയാണ് കേട്ടോ വിളക്ക് വെക്കുന്നത് എല്ലാ ദിവസവും. വൈകുന്നേരം മേലൊക്കെ കഴുകിയിട്ടാണ് ഞാൻ വിളക്ക് വെക്കുന്നത്. കാര്യം ശ്രീയേട്ടൻ വരുമ്പോൾ വൈകിട്ട് ഒരു 6:30 ആകും. 6 മണിക്ക് തന്നെ ഞാൻ വിളക്കൊക്കെ വെക്കും. അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്ത് വന്നാലും ഈ ഒരു ശീലം നമ്മൾ മിസ് ചെയ്യാറില്ല. പിന്നെ അതങ്ങനെ ക്ലീൻ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ചൂലിൽ നിന്ന് എടുക്കുന്നത് മുടിയാണ് കേട്ടോ. മുടി നല്ലപോലെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബീച്ച് സൈഡിലായിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നതെന്ന്. അതുകൊണ്ടിട്ട് തന്നെ ഇവിടുത്തെ വെള്ളം നമ്മുടെ മുടിക്ക് പറ്റത്തേയില്ല. ഒന്നരാടം തല കഴുകാറുള്ളൂ ഇവിടെ. അല്ലെങ്കിലും മുടി എന്നും കഴുകണത് നല്ലതല്ലെന്ന് പലപ്പോഴും പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്നാൽ കാരണവന്മാർ പറയും എന്നും മുടിയൊക്കെ കഴുകണമെന്ന്. പിന്നെ അങ്ങനെ ആ മെഷീനിൽ കിടന്ന തുണികളെല്ലാം ഡ്രയറിലിട്ട് ഉണങ്ങി അതൊക്കെ നമ്മൾ റൂമിൽ തന്നെ വിരിച്ചിട്ടു. ഇത് 2 BHK അപ്പാർട്ട്മെൻറ്റാണ്. അപ്പുറത്ത് തന്നെ തൊട്ട് റൂമുണ്ട്. അവിടെയാണ് ആദ്യം ഞാൻ ഈ ഡ്രസ്സൊക്കെ വിരിച്ചിടാനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് വേണ്ടി മാത്രമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ റൂമിൽ കയറണ്ടേ. പിന്നെ അവിടെ ഫാനും കാര്യങ്ങളൊന്നും നമ്മൾ ഇടുന്നില്ലല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ കിടക്കുന്ന മുറി തന്നെ ആകുമ്പോൾ ജനലിൻ്റെ വിൻഡോ സൈഡ് തന്നെയാണിത്. അപ്പോൾ വിൻഡോ തുറന്നിട്ട് എന്ന് പറഞ്ഞെങ്കിൽ നല്ല വെളിച്ചവും കാറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ AC ഫാനൊക്കെ എപ്പോഴും നമ്മൾ ഓണാക്കുന്നതുകൊണ്ടിട്ട് ഇവിടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എടുക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് തിരിച്ചു പോയി. ഇതാണ് കേട്ടോ നമ്മൾ വിളക്ക് വയ്ക്കുന്ന ഏരിയ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്രൂ ചെയ്യാനൊന്നും പാടില്ല, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് ശരിക്കും ഇങ്ങനെ മതിലിൽ പിടിപ്പിക്കുന്നതാണ് ഫോട്ടോസൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊന്നും വെക്കാനുള്ള സ്പേസ് പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് നമ്മൾ താഴെ തന്നെ ഒരു സൈഡിൽ സെറ്റ് ചെയ്തേക്കുക. അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ലല്ലോ, ചൂടാക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പോയൊന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായപ്പോൾ മീനൊക്കെ വറക്കണം എന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ എണീറ്റു. ആ എണ്ണ കണ്ടിട്ട് ആരും നോക്കണ്ട കേട്ടോ. രാവിലെ ചേട്ടന് മീൻ വറുത്ത് കൊടുത്ത എണ്ണ അങ്ങനെ തന്നെ ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ചെമ്മീനൊക്കെ വറക്കുന്നു. എനിക്കങ്ങനെ അടുക്കള എപ്പോഴും നീറ്റായിട്ട് കിടക്കണം. സംഭവങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി ഒതുക്കി വെച്ചെന്ന് പറഞ്ഞാലും ഇങ്ങനെ വെള്ളം വീണ് കിടക്കുന്നതോ എണ്ണയായി വീഴുന്നതോ അതൊന്നും ഇഷ്ടമല്ല. അതൊക്കെ ഞാൻ അപ്പോൾ ക്ലീൻ ചെയ്ത് കളയും. അതുകൊണ്ടിട്ട് തന്നെ ടിഷ്യൂവിന് ഇവിടെ നല്ല ചിലവാണ്. ഒന്ന് അങ്ങോട്ടും പാത്രം ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്ഥിരം മാറ്റി വെച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേട് പോലെയാണ്. കുറച്ച് ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല. നാളത്തേക്ക് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് അരി അരയ്ക്കാനായിട്ട് കുറച്ച് വേണമല്ലോ എന്ന് കരുതിയ സൈഡിൽ തന്നെ വെച്ചു. മത്തങ്ങയും പയറും കറിയാണ് കേട്ടോ രാവിലെ വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തു, അതൊക്കെ മൂടി വെച്ചു. പിന്നെ മീൻ വറക്കാൻ നിന്നു. കഴിഞ്ഞ ദിവസം ലുലു പോയി കഴിഞ്ഞപ്പോൾ മേടിച്ചതാണ് കേട്ടോ ചെമ്മീൻ. അപ്പോൾ അത് ആവശ്യത്തിന് മാത്രമേ നമ്മൾ എടുത്ത് മുളകിട്ട് എടുക്കാറുള്ളൂ. എല്ലാം മുളകിട്ട് വെക്കാറില്ല. ചേട്ടൻ ഇനി വരുമ്പോൾ വൈകിട്ട് 6:30 അത്ര നേരം വരെ ഇവിടെ ബോറടിച്ച് വെറുതെ ഇരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിടയ്ക്ക് ആലോചിക്കും ഈവനിങ് സ്നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലോ എന്ന്. ഇങ്ങോട്ട് റൂം മാറി വന്ന ഫസ്റ്റ് മന്ത് ഞാൻ ഭയങ്കരമായിട്ട് കുക്കിംഗ് ആയിരുന്നു. രാവിലെ എണീറ്റ് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ഉച്ചയ്ക്ക് അതിന് പറ്റിയ വേറെ കറി ഉണ്ടാക്കുന്നു, അപ്പപ്പുള്ള ചോറ് അപ്പം മാത്രം വെക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു മാസം കൊണ്ട് തന്നെ എനിക്കത് മടുത്തു. ഇവർക്ക് ഷട്ട് ഡൗൺ വർക്ക് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഒത്തിരി ലേറ്റ് ആവും വരുമ്പോൾ. രാവിലെ ഒത്തിരി നേരത്തെ പോകണം. ആദ്യമൊക്കെ രാവിലെ 5:30 പോകണമായിരുന്നു. ഇപ്പോൾ സമയം കുറഞ്ഞത് 6 മണിയായിട്ടുണ്ട്. ഈ വർക്കിൻ്റെ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ 6:30 പോയാൽ മതി. അപ്പം അത് തന്നെ സമാധാനം. അത്രയും നേരം റൂമിലും വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാനായിട്ട്. അതിനിടയ്ക്ക് ഞാൻ നാളത്തേക്കുള്ള ദോശയ്ക്കൊക്കെ അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എത്രയൊക്കെ പാചകം ചെയ്തു, എത്ര നാൾ നിന്നു എന്നൊക്കെ പറഞ്ഞാലും എനിക്കിങ്ങനെ എണ്ണ തെറിക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. എണ്ണ തെറിക്കുന്നതും കടുക് പൊട്ടിക്കുന്നതും അതൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കൈയകലം മാറിയേ നിൽക്കാറുള്ളൂ. അതെൻ്റെ മുഖത്ത് നിങ്ങളിപ്പോൾ കാണാനുണ്ടാവുമായിരിക്കും. പിന്നെ ചട്ടി ഇങ്ങനെ മൂടി വെക്കുന്നത് അത് എണ്ണ ചുറ്റും തെറിക്കാതിരിക്കാനും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടിട്ട് അതെനിക്കൊരു പ്രശ്നം തന്നെയാണ്. എനിക്കിഷ്ടമല്ല അവിടെ മുഴുവൻ ഇങ്ങനെ വൃത്തികേടായി കിടക്കണം. ഞാൻ അപ്പോൾ വൃത്തിയാക്കും. അതുകൊണ്ട് ഒത്തിരി ടിഷ്യൂസ് എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ലുലുവിൽ ഞങ്ങൾ എപ്പോഴൊക്കെ പോകുന്നു അപ്പോഴൊക്കെ ടിഷ്യൂസ് ഇങ്ങനെ മേടിച്ചും കൊണ്ടേയിരിക്കും. അങ്ങനെ ദോശയ്ക്കുള്ള മാവെല്ലാം അരച്ച് അതൊക്കെ എടുത്തു വെച്ചു. അതിനുള്ളിലുള്ളതെല്ലാം ഞാൻ വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും മിക്സ് ആക്കത്തില്ല. കുറച്ച് മുമ്പ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചിട്ടാണ് ഞാൻ അവിടെ ഒഴിച്ചത്. ചില ദിവസങ്ങളിൽ മാവ് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചൂടിനനുസരിച്ച് നല്ലപോലെ പുളിച്ച് പൊങ്ങാറുണ്ട്. അപ്പം അത് കൊണ്ടിട്ട് ഇങ്ങനെ തെറിച്ച് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബോട്ടിലെടുത്ത് അതിൻ്റെ പൊക്കത്ത് വെച്ചത്. അത് എണ്ണക്കുപ്പിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ വറുത്ത് വെച്ച് ചെമ്മീനൊക്കെ എടുത്ത് കറിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. പാത്രം കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അരച്ചതും ജാറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി കുറച്ച് നേരം ഉറക്കാം. വൈകുന്നേരം വരെ ഇനി വെറുതെ ഇരിക്കുന്നതിന് പകരം ഉറങ്ങി അങ്ങ് സമയം കളയാമല്ലോ എന്ന് കരുതി. ഒരു ദിവസം ആരും ഇല്ലാത്തത് കൊണ്ടിട്ട് ഇതൊക്കെ തന്നെ ഇവിടെ വർക്കുള്ളൂ. നേരത്തെയൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ചേട്ടൻ വരുമായിരുന്നു. അപ്പോഴൊക്കെ നല്ല തിരക്കാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഉള്ളത് അപ്പം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെ വരില്ലാത്തത് കൊണ്ടിട്ട് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ശരിക്കും മടുത്തു. അങ്ങനെ എൻ്റെ പാത്രം കഴുകലും ചുറ്റുമുള്ള ഭാഗം ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ഇനി ഉറങ്ങി എണീറ്റിട്ട് ബാക്കി നോക്കാം. ഇനി ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് കാണാം. മുടി ആദ്യം നോക്കണം. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ വന്നതിന് ശേഷം മുടി നല്ലപോലെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ മുടി പൊഴിഞ്ഞു പോകുന്നത്. പോയി ഇപ്പോൾ ഒന്നുമില്ല. അതുകൊണ്ടിട്ട് തന്നെ ഞാനിപ്പോൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന 2 സിറമാണ്. ഒന്ന് മിനോക്സിഡിൽ, മറ്റൊന്ന് പിലിഗ്രിമിൻ്റെ സിറം. ഈ 2 സിറം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതല്ലാണ്ട് വേറെ എന്താണ് ഇപ്പോൾ നമുക്ക് ഹോം റെമഡി ആയിട്ടാണെങ്കിലും മറ്റ് മുടി പൊഴിച്ചലിന് വേണ്ടി ചെയ്യാൻ പറ്റുകയെന്ന് കൂടി
ആരെങ്കിലും ഈ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നെറ്റിയൊക്കെ നല്ല പോലെ കയറി, ഒത്തിരി മുടി ഉണ്ടായിരുന്നതായിരുന്നു. ഇപ്പോൾ അതൊരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് എന്നുള്ള രീതിക്ക് ഒരു 1 വീക്കായിട്ട് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാറ്റം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയല്ലേ ആയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ പിന്നി കെട്ടി വെക്കുന്നത് കൊണ്ടിട്ട് വലിയ ഇഷ്യൂ ഒന്നുമില്ല. നേരത്തെ മുടി കെട്ടി തന്നെ വെക്കുക, പക്ഷേങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടിട്ട് തന്നെ നല്ലപോലെ പൊഴിയുന്നുണ്ട്. ഇപ്പോൾ തലയ്ക്ക് നല്ല രീതിക്കൊരു മസാജും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുടിയൊക്കെ പിൻ ചെയ്ത് വെക്കും ഞാൻ. കണ്ടോ, മുടി പിന്നി വരുമ്പോൾ ഒന്നുമില്ല. നേരത്തെയൊക്കെ മുടിക്ക് നീളം കുറവാണെങ്കിലും അത്യാവശ്യം ഉള്ളെങ്കിലും ഉണ്ടായിരുന്നു. കണ്ടാൽ ആരും തെറ്റ് പറയില്ല. ഇതിപ്പോൾ കണ്ടാൽ ഞാൻ തന്നെ പറയും ഇത് കോഴിവാല് പോലെ ഉണ്ടെന്ന്. നല്ലപോലെ മുടി പൊഴിയുന്നുണ്ട്. മുടി പൊഴിച്ചിൽ മാറാൻ വേണ്ടി എന്തെങ്കിലും ടിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെ മുടിയൊക്കെ പിൻ ചെയ്ത് വെച്ചു. കുറച്ച് കഴിയുമ്പോൾ മേലൊക്കെ കഴുകി, പിന്നെ വിളക്കൊക്കെ വെച്ച് ശ്രീയേട്ടൻ വരും വരെ വെയിറ്റ് ചെയ്യും. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുറക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ കാണാം. അപ്പോൾ മറക്കണ്ട, കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.